ശ്രീ എൻ ഷംസുദ്ദീൻ അങ്ങേ 1977 മാർച്ച് 30 സർ, ഇവിടെ നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തെ അന്നത്തെ ഒരു യുവ MLA ഈ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് സർ. തനിക്ക് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ കോപ്പിയാണ് സാർ എന്റെ കയ്യിലുള്ളത്. ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ലീഡർ K. കരുണാകരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ പോലീസിനെ ഇനിയും ഇങ്ങനെ കയറൂരി വിടാനാണോ നിങ്ങളുടെ തീരുമാനം എന്ന് അന്നത്തെ ആ യുവ MLA ചോദിക്കുന്നുണ്ട്. ആ യുവ MLA ഇന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ, മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുമ്പോ 48 വർഷത്തിന് ശേഷം ഇവിടെ നിന്ന് ഒരു പ്രതിപക്ഷ MLA അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കേരളത്തിലെ പോലീസിനെ ഈ വിധം കയറൂരി വിടാനാണോ അങ്ങയുടെ ഭാവം എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാൻ സർ. കാരണം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ ഒക്കെ പറഞ്ഞ വളരെ പൈശാചികമായ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനങ്ങൾ, പോലീസിന്റെ അതിക്രമങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ അപ്പുറത്തുള്ള ആളുകൾ സംഗതി വളരെ ഖേദമുണ്ട് സർ, സങ്കടമുണ്ട് സർ. ഇവിടെ എന്ത് വിഷയങ്ങളും ഈ കാലത്ത് നടക്കുന്നത് ചൂണ്ടിക്കാണിച്ച അപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ UDF ഭരിച്ചപ്പോ അങ്ങനെ ഉണ്ടായില്ലേ, ഇങ്ങനെ ഉണ്ടായില്ലേ, 40 കൊല്ലം മുമ്പ് ഉണ്ടായില്ലേ? ഇതാണോ ചോദ്യം? അതല്ല. ഇവിടെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന്റെ നിയമസഭയുടെ അതിന്റെ താല്പര്യം എന്താണ്? ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാനാണ്, അതിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനാണ്. അത് പറയുമ്പോ അതിനെ ലാഘവത്തോടെ പൊതുവൽക്കരിക്കുന്ന നിങ്ങളുടെ ഈ സമീപനം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. സർ, അന്നത്തെ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ കേരളത്തിലെ പോലീസ് പെരുമാറുകയാണ്. വർഷങ്ങളായി പോലീസിന്റെ ഈ സ്ഥിതി തുടരുകയാണ്. അഴിഞ്ഞാട്ടം മൂർധന്യതയിലെത്തിയിരിക്കുകയാണ്. ലോക്കപ്പ് മർദ്ദനങ്ങൾ നമുക്കറിയാം. ഈ ഗവൺമെന്റ് തുടക്കം കുറിക്കുന്നത് അങ്ങയുടെ ജില്ലയിലെ തന്നെ കുട്ടിമാക്കൂലിലെ പട്ടികജാതിക്കാരായ 2 സഹോദരിമാരെ കൈക്കുഞ്ഞുമായി ജയിലിൽ അടച്ചുകൊണ്ടാണ്. പിന്നീട് കസ്റ്റഡി മരണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അങ്ങയുടെ ആദ്യത്തെ 5 കൊല്ലം 11 കസ്റ്റഡി മരണങ്ങളാണ്. ഇപ്പൊ വീണ്ടും 6 എണ്ണമാണ്. കേരളത്തിൽ 17 കസ്റ്റഡി മരണങ്ങളായി സർ. സാധാരണക്കാർക്കെതിരെ പോലീസിന്റെ അതിക്രമങ്ങൾ പെരുകുകയാണ്. പൊതുജനത്തിന് നേരെ മെക്കിട്ട് കയറുന്ന പോലീസാണ് ഇപ്പോൾ ഉള്ളത്. ജനമൈത്രി പോലീസ് അല്ല, ഗുണ്ടാമൈത്രി പോലീസാണ് സർ ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ളത്. ഇപ്പോഴത്തെ സംഭവ പരമ്പരകൾ നിങ്ങൾ നോക്കൂ സർ. ഇവിടെ അമ്പലവാസിയായ ഒരു പാവം ചെറുപ്പക്കാരൻ, അമ്പലത്തിലെ പൂജയും കർമ്മങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന, മദ്യം ജീവിതത്തിൽ തൊട്ടിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെയാണ് മദ്യപിച്ച് കുഴപ്പമുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, ആ ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ടോ അന്ന് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് അന്ന് പരാതി കൊടുത്തതാ. ഇപ്പൊ പറയണത് അന്നത്തെ സംഭവമല്ലേന്നാ. അന്നത്തെ സംഭവത്തിന്റെ ഇന്നത്തെ പ്രസക്തി എന്താ? ഇന്ന് അതിന്റെ വീഡിയോകൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നു. എന്താണ് പേര്? മധു ബാബു. ഒരു സൈനികനെ, ഈ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ഒരു സൈനികനെ ക്രൂരമായി മർദ്ദിച്ചത് നമ്മളിപ്പോ ഈ അടുത്ത് കണ്ടു. ഒരു കുടുംബ കേസുമായി ബന്ധപ്പെട്ട് ഒരു അഭിഭാഷകനെ വിളിച്ച് ക്രൂരമായി ആക്രമിച്ചത് ഈ ഡിവൈഎസ്പിയുടെ ഒരു ഹോബിയാണ്. ഈ ഡിവൈഎസ്പി അടക്കമുള്ള നിങ്ങളുടെ പോലീസുകാരൊക്കെ ഇപ്പൊ നല്ല ENT സ്പെഷ്യലിസ്റ്റുകളാണ്. നല്ല ചെവി കണ്ട് അവർ കയറി അടിക്കും. എല്ലാരും ENT സ്പെഷ്യലിസ്റ്റുകളാണ്. മുമ്പൊരു സിനിമയിലുണ്ട്, അവിടെ സിനിമയുടെ കഥ പറഞ്ഞ മാതിരി മുമ്പൊരു സിനിമയിൽ മാന്യമായി തുണി എടുത്തത് കണ്ടാൽ ദിലീപ് അത് വലിച്ചൂരി ഓടുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ദിലീപിന്റെ മുമ്പിൽ തുണി എടുത്തു പോകാൻ ആളുകൾക്ക് ഒരു പ്രയാസമാണ് അതിലെ ആ കഥാപാത്രത്തിൽ. എന്നതുപോലെയാണ് ചെവിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ചെവി അടിച്ചു പൊട്ടിക്കുന്ന ENT സ്പെഷ്യലിസ്റ്റുകളാണ്. ഈ സംഭവങ്ങളിലൊക്കെ നമുക്ക് അത് കാണാൻ കഴിയും സാർ. വടക്കാഞ്ചേരിയിലെ പോലീസ് KSUക്കാരെ കൊണ്ടുപോയത് എമ്മാതിരി കൊണ്ടുപോല. അജ്മൽ അമീർ കസബിനെ വലിയ ഭീകരവാദികളൊക്കെ കൊണ്ടുപോകണമാതിരി മുഖം മുഴുവനും കറുത്ത മുഖം മൂടിയിട്ടിട്ടാണ് സാർ കൊണ്ടുപോയത്. SFI ക്കാർക്ക് തലോടലും KSUക്കാരെ ഈ വിധമാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തിന്? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം സജീറിനെ എത്ര ക്രൂരമായിട്ടാണ് SI സമ്പത്ത് എന്ന് പറയുന്ന ആൾ മർദ്ദിച്ചത്. പരാതി തന്നില്ലേ? നിങ്ങൾ വല്ല നടപടിയും സ്വീകരിച്ചോ? 7 വർഷത്തിന് ശേഷമാണ് കേസെടുത്തത് കോടതി പോയിട്ട്. 7 വർഷത്തിന് ശേഷം കസ്റ്റഡി മരണങ്ങൾ. വരാപ്പുഴയിലെ വിനായകൻ എന്ന് പറയുന്ന ദളിത് യുവാവ് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടു. ഞങ്ങൾ തന്നെ ഇവിടെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയമുണ്ട്. താനൂരിലെ താമിർ ജിഫ്രി എത്ര പൈശാചികമായിട്ട് മലദ്വാരത്തിൽ പോലും ലാത്തി കയറ്റിയ പോലീസാണ് അങ്ങയുടെ പോലീസ്. വളരെ ക്രൂരമായി. അന്ന് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടു കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന്. നിങ്ങൾ പറഞ്ഞു പറ്റൂലാന്ന്. പക്ഷേ ഇപ്പൊ CBI വന്നില്ലേ? കൊലക്കുറ്റത്തിന് കേസെടുത്തില്ലേ? നിങ്ങൾ സംരക്ഷിക്കാൻ നിന്ന് മലപ്പുറം SP സുജിത് ദാസ് കേസിൽ പ്രതിയായില്ലേ? ഇതൊക്കെ അന്ന് ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞതാണ്. അപ്പൊ അപ്പോഴും നിങ്ങൾ പറയും പോലീസിന്റെ വീര്യം കെടുത്തരുത്.
ഇവരൊക്കെ നല്ല പോലീസാണെന്ന്. ആ പോലീസും നിങ്ങളും തമ്മിലുള്ള ഒരു രാഷ്ട്രീയമായ അവിശുദ്ധ ബന്ധമുണ്ട്. അത് തന്നെയാണ് ഇതിനൊക്കെ നിങ്ങൾ പലതിനും പോലീസിന് ഉപയോഗിക്കുന്നുണ്ട്. സ്വപ്ന സുരേഷ് വെളിപ്പെടുത്താൻ പോകാന്ന് പറഞ്ഞപ്പോ മധ്യസ്ഥം പറയാൻ പോയത് ആരാ? കേരളത്തിലെ ഉന്നതനായ ഒരു പോലീസാണ്. അപ്പൊ പോലീസിനെ കൊണ്ട് നിങ്ങൾ ഈ ജാതി പണിയെടുപ്പിക്കുമ്പോ പോലീസ് കാണിക്കുന്ന തോന്നിയാസം നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടു ADGP അജിത് കുമാറിന്റെ ഇടപെടലുകൾ, RSSന്റെ നേതാവ് ദത്താത്രേയ ഹൊസ്ബിളയുമായി സംസാരിച്ചത്, റാം മാധവുമായി സംസാരിച്ചത്, പൂരം കലക്കിയത്, ഇതിലൊക്കെ അജിത് കുമാറിന്റെ പങ്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കു വേണ്ടി അജിത് കുമാർ ഇത് ആർക്കു വേണ്ടിയാ ചെയ്തത് സർ? അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒട്ടനവധി സംഗതികൾ. ഇപ്പോ CPIയുടെ നേതാവ് ശ്രീ ചന്ദ്രശേഖരൻ ഇവിടെ പ്രസംഗിച്ചു, പോലീസൊക്കെ വളരെ ഭദ്രമാണെന്ന്. അദ്ദേഹത്തിന്റെ സമ്മേളനത്തോട് നീതി പുലർത്തണമായിരുന്നു. CPIയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് പോലീസാണ്. അവിടുന്ന് കടന്ന് ഞങ്ങൾ പത്രത്തിൽ വായിച്ചതാണ്. ഞങ്ങൾ അതിനകത്ത് വന്നിട്ട് രഹസ്യവർക്കൊന്നും നടത്തിയിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് കേട്ടതാണ്. മുഖ്യമന്ത്രിക്കെതിരെയാണ് ഏറ്റവും രൂക്ഷമായ വിമർശനം. നിങ്ങൾ CPIക്കാർ ഈ ഗവൺമെന്റിലെ അടിയാളന്മാരാണെന്ന് വരെ നിങ്ങളുടെ പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പറഞ്ഞു. എന്താ ഈ ജാതി പണിയല്ലേ? സമ്മേളനത്തിന്റെ വികാരം ഒന്ന് ഇവിടെ വന്നിട്ട് പ്രത്യേകിക്കുന്നത് മറ്റൊരു രീതിയിൽ. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർ, ഇങ്ങനെ പോലീസിനെ കയറൂരി വിട്ട് വലിയ അതിക്രമങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇന്ന് തുടക്കത്തിൽ തന്നെ ആ അതിക്രമം പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ ഒരു വർത്തമാനമുണ്ട്. മാധ്യമങ്ങളൊക്കെ വല്ലാണ്ടത് പർവ്വതീകരിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഒന്ന് ചർച്ച ചെയ്തോട്ടെ എന്ന്. മാധ്യമങ്ങൾ അവരുടെ ധർമ്മമാണ് നിർവഹിക്കുന്നത് സർ. അതുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ച ഈ അടിയന്തര പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുകയാണ് സർ.